പൈവിളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. കയർക്കട്ട ഒളച്ചലിൽ ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമി കണ്ടെത്തിയിരുന്നുവെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവിളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഇടുക്കിയിലും കാസർകോട്ടും 1ാം പിണറായി സർക്കാരാണ് ഗവൺമെന്റ് ITI പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടായില്ല. പൈവിളികെ ബായാർ റോഡരികിൽ കയർക്കട്ട ഒളച്ചൽ എന്ന സ്ഥലത്ത് ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമി കണ്ടെത്തിയിരുന്നു. കെട്ടിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. സാമ്പത്തിക ബാധ്യത കാരണമാണ് തുടർ പ്രവർത്തനമൊന്നും ആരംഭിക്കാനാകാത്തതെന്നാണ് വിവരം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചൊരു ITI ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകാതെ അവരില്ലാത്ത ചീമേനിയിൽ നിർമ്മിച്ച ഒരു ദുരവസ്ഥയാണ് ഞാൻ കണ്ടത്. ഞാൻ സഭയിലും മന്ത്രിമാരുടെ ശ്രദ്ധയിലും പലപ്പോഴും പെടുത്തിയൊരു കാര്യമാണ്. അപ്പോഴൊക്കെ അവർ നൽകിയൊരു വാഗ്ദാനം, അതിന് പകരമായി ഒരു ITI അതേ പയ്യോളികയിൽ നൽകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഞാൻ അവിടെ സ്ഥലം കണ്ടെത്തി. പഞ്ചായത്ത് ഭരണസമിതി വാടക കെട്ടിടത്തിൽ നിങ്ങൾ ITI നൽകുന്നുവെങ്കിൽ ഞങ്ങളെ തുടങ്ങാൻ റെഡിയാണെന്ന് ബില്ലിംഗ് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ മെല്ലെപ്പോക്കാണ്. ഈ മേഖലയോട് കാലാകാലങ്ങളിൽ കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് അനുവദിച്ച, ഞങ്ങൾക്ക് അർഹതപ്പെട്ട, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ITI ചീമേനയിൽ സ്ഥാപിക്കുന്നു. അതിന് പകരം തരാമെന്ന് പറഞ്ഞതുപോലും തരാത്ത ഒരവസ്ഥ. ജനുവരി മാസം നിയമസഭ ആരംഭിക്കുമ്പോൾ തീർച്ചയായും വീണ്ടും ഈ വിഷയം സഭയിൽ ഉന്നയിക്കും, മിനിസ്റ്ററുമായി ചർച്ച ചെയ്യും. പൈവിളികെ ITI യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഈ അടുത്ത് സർക്കാർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ പൈവിളിക പഞ്ചായത്ത് ഭരണസമിതി അതിലേക്ക് വേണ്ടിയുള്ള സ്ഥലം, അതുപോലെ തന്നെ താൽക്കാലികമായി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒക്കെയും ചെയ്തിട്ട് ഭരണസമിതിയുടെ അനുമതി സർക്കാരിലേക്ക് കൊടുത്തിട്ടും ഇപ്പോൾ ഒരു വർഷമായി. എന്നിട്ടും നമ്മുടെ ITI ഇതുവരെയും ITI കോളേജ്, പൈവിളിക ITI കോളേജ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ, ഈ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ കർണാടകയാണ് പഠിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഈ പ്രദേശത്ത് പ്ലസ് വണ്ണിന് പോലും സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ തുടർ വിദ്യാഭ്യാസത്തിന് കർണാടകയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. പൈവിളിക ITI യാഥാർത്ഥ്യമായാൽ തീർച്ചയായും ഈ മേഖലയിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു ഗുണകരമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞങ്ങളൊക്കെയും ആഗ്രഹിക്കുകയാണ്. 90% ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് പൈവിളികെ. കൂടാതെ അതിർത്തി പ്രദേശമെന്ന പരിഗണനയും ഈ ITI പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് ഇവിടെ സൗകര്യമില്ലാത്തതിനാൽ കർണാടകയിലെ മംഗളൂരു അടക്കമുള്ള നഗരങ്ങളെയാണ് ഈ ഭാഗത്തുള്ളവർ ആശ്രയിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ITI അത്യന്താപേക്ഷിതമാണ്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള.